ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആയി. സെക്കൻഡ് ചാപ്റ്റർ എത്തി. ഫസ്റ്റ് മൊഡ്യൂള് തെർമോഡൈനാമിക്സിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് മൊഡ്യൂൾ നോക്കുക. സെക്കൻഡ് മൊഡ്യൂൾസ് മാത്രം മതി എന്നുള്ളൊരു സെക്കൻഡ് മൊഡ്യൂൾ മാത്രം നോക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമായി, ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കണം, അല്ലെങ്കിൽ കമൻ്റ് ഇടണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിതൊരു മോട്ടിവേഷനായിട്ട് ഞാനത് ചെയ്യുള്ളൂ. സോ നിങ്ങളത് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ കുറേ പേര് കാണുന്നുണ്ടാവുമല്ലോ, കണ്ട് പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ എന്താണ്, നമുക്കൊരു സന്തോഷമല്ലേ. അതാണ് ഞാൻ അങ്ങനെ പറയണത്. സോ അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഗേഷ്യസ് ആൻഡ് സോളിഡ് സ്റ്റേറ്റാണ് നോക്കാൻ പോണത്. അതിൽ ഫസ്റ്റ് എന്താ പറയുക, ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് എന്താ, അപ്പോൾ അത് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഗ്യാസിനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്യാസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയണത്, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഗ്യാസ് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ 4 മാക്രോസ്കോപ്പിക് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഓർ പ്രോപ്പർട്ടീസ്. ദേ ആർ, നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിനെ പെട്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഗ്യാസിനെ അറിയുന്നത് അല്ലേ. അപ്പോൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്, ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ കുറേ ലോസ് പഠിക്കും. കുറേ അല്ല, 2-3-4 ലോസ് പഠിക്കും. അപ്പോൾ ഓൾ ഗ്യാസ് ഷോ ദ സെയിം ക്വാണ്ടിറ്റേറ്റീവ് relationship between their properties under the similar condition. Their relationships are known as gas laws. ഇനി ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ പ്രഷർ, വോളിയം അല്ലെങ്കിൽ വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് ഒക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നതാണ് ഗ്യാസ് ലോസ്. അതിൻ്റെ റിലേഷൻഷിപ്പിൽ കുറേ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ലോസസ് ആണ് ഗ്യാസ് ലോസ്. ഓക്കെ, നമ്മളത് തുടർന്ന് പഠിക്കും. ഇനി ഗ്യാസ് ലോ എങ്ങനെ ഉണ്ടായേ? ഓരോ ലോ ഉണ്ടാവണതിന് അതിൻ്റേതായ ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഗ്യാസ് ലോ ഉണ്ടാകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കൊണ്ടാണ് ഗ്യാസ് ലോ ഉണ്ടായത്. അപ്പോൾ നമ്മൾക്ക് കുറേ 10 കൈനറ്റിക് തിയറി പഠിക്കാനുണ്ട്. ഒരു 5-6 പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ തലയിൽ കുറേ എണ്ണം നിൽക്കും. എല്ലാത്തിനും അതിൻ്റേതായി കണക്റ്റഡ് ആയിട്ടാണ് ഗ്യാസ് ലോസ് കിടക്കുന്നത്, കൈനറ്റിക് തിയറി കിടക്കുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറി നമ്മളൊരു വട്ടം +2 പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളതെന്തായാലും പഠിക്കണം. കൈനറ്റിക് തിയറി എന്തായാലും ചോദിക്കും, ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഈ പാഠത്തുനിന്ന് ബേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കൈനറ്റിക്കൽ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ കൈനറ്റിക്കൽ എനർജീനെ പറ്റി പറയാം കേട്ടോ. Kinetical theory of gases. The theory is making the following assumptions. Postulates of kinetical theory. നമ്മൾ പഠിച്ചത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക്കൽ തിയറിയാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചിട്ട് ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിൽക്കാം. അപ്പോൾ എന്നിട്ട് അടുത്ത പാർട്ട് വീഡിയോയിൽ ഞാൻ ലോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പോവാം. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 10 കൈനറ്റിക് തിയറി ഉണ്ട് അല്ലേ, 10 A gas is made up of very minute particles called molecules. ഒരു ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെ പറയുന്നതാണ് മോളിക്യൂൾസ്. അത് മനസ്സിലായില്ലേ? ഇനി അടുത്തത്, മോളിക്യൂൾസ് ആർ സ്മോൾ. മോളിക്യൂൾസ് എന്താണ്? സ്മോൾ ആണ്. സോ ദാറ്റ് ദ ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർ ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. ദ മസ്റ്റ് വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻ ആൻ എംപ്റ്റി സ്പേസ്. അതൊന്നും വേണ്ട, നമ്മൾ ഇത് പറഞ്ഞ മോളിക്യൂൾസ് ആർ സ്മോൾ. സോ ദ ആക്ച്വൽ വോളിയം ഓഫ് ദ മാസ്, അതിൻ്റെ ശരിക്കുള്ള വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ റിയൽ വോളിയം ഓഫ് ദ മാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം, ആ സാധനത്തിൻ്റെ വെയിറ്റ് നെഗ്ലിജിബിൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിഗണിക്കില്ല വെൻ കമ്പയർ ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്ച്വൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആകുന്നു. Then the molecules are constant, rapid, random motion. The molecules collide with one another and also with the walls of the container.
അതൊന്നും വേണ്ട. എന്താ പറയേണ്ടത്, മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ കണ്ടെയ്നറിൽ തമ്മിലുള്ള വാൾസുമായിട്ടും കൊളൈഡ് ചെയ്യുന്നു. ദെൻ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഡ്യൂ ടു ദ കൊല്യൂഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. അതിൻ്റെ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്യൂഷൻ ഓഫ് ദ മോളിക്യൂൾസ്. ഒരു എന്താ പറയുക, നമ്മുടെ ഗ്യാസിൻ്റെ പ്രഷർ എങ്ങനെ പറയുക, അത് രണ്ടും കൂടി കൊളൈഡ് ചെയ്യുന്നതിൻ്റെ എന്താ പറയുക, ആ കൊല്യൂഷൻ്റെ ഇതിനെ പറ്റിയിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ബേസ്ഡ് ഓൺ ദ കൊല്യൂഷൻ ഓഫ് ദ മോളിക്യൂൾസ് ആൻഡ് ദ വാൾസസ് ഓഫ് ദ കണ്ടെയ്നർ. ദെൻ അടുത്തത് കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. കൊല്യൂഷൻ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ദെൻ മോളിക്യൂൾസ് ആർ കമ്പയർഡ് ടു ദ പെർഫെക്റ്റ് സ്പെറിക്കൽസ് ഇൻ ഷേപ്പ് ആൻഡ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ആവറേജ് കൈനറ്റിക്കൽ എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ absolute temperature. So the gas at the temperature have a same kinetic energy. ഒരു മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക്കൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ to the absolute temperature. മാത്രം എഴുതിയാൽ മതി. The movement of the molecules is not affected by gravity. Since there is no force of attraction, molecules move straight lines. Molecules straight lines ആണ്. There is no force of attraction. അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നുമില്ല. അങ്ങനെ. അപ്പോൾ ഞാൻ പറയാം, ഒരു ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, അത് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ. മോളിക്യൂൾസ് സ്മോൾ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആക്ച്വൽ വോളിയം ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ real volume of the total volume of the gas. Then the molecules collide with each other and collide with the walls of the container. Their collision is perfectly elastic in nature, and the elastic in nature. Pressure of the gas in the pressure എന്ന് പറഞ്ഞാൽ it is based on the collision between the molecules and walls of the container. Then collision is perfectly elastic in nature, and the molecules in the space shape എന്ന് പറഞ്ഞാൽ spherical in shape ആണ്. അതേപോലെ there is no force of attraction and movement of the molecules is not affect the gravity. അങ്ങനെ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് പഠിക്കുക. അതോടെ നമ്മുടെ തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.